ഈ എപ്പിസോഡിൽ മികച്ച വളർച്ചാ സാധ്യതയുള്ള ഒരു സെക്ടറാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ 30 സ്റ്റോക്കുകൾ അടങ്ങിയ പോർട്ട്ഫോളിയോയിലെ 15ാമത്തെയും 16ാമത്തെയും സ്റ്റോക്കുകളാണ് വരുന്നത്. സ്റ്റീൽ പൈപ്പുകളും ട്യൂബുകളും അടങ്ങുന്ന മെറ്റൽ സെക്ടറിലെ 2 ഓഹരികളാണ് വരുന്നത്. ആദ്യത്തെ ഓഹരി രത്നാമണി മെറ്റൽസ് ആൻഡ് ട്യൂബ്സ് ലിമിറ്റഡ് ആണ്. ഈ കമ്പനി ഇന്ത്യയിലും അന്തർദേശീയമായും സ്റ്റെയിൻലെസ് സ്റ്റീൽ പൈപ്പുകളും ട്യൂബുകളും കാർബൺ സ്റ്റീൽ പൈപ്പുകളും നിർമ്മിക്കുകയും വിൽക്കുകയും ചെയ്യുന്നു. കമ്പനിയുടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉൽപ്പന്നങ്ങളിൽ വെൽഡ് ചെയ്തതും ചെയ്യാത്തതുമായ ട്യൂബുകളും പൈപ്പുകളും ഹീറ്റ് എക്സ്ചേഞ്ചർ ട്യൂബുകളും ഇൻസ്ട്രുമെൻറ്റേഷൻ സീംലെസ് ട്യൂബുകളും ഉൾപ്പെടുന്നു. കൂടാതെ നിക്കൽ അലോയ് സീംലെസ് ഹീറ്റ് എക്സ്ചേഞ്ചർ ട്യൂബുകൾ, ടൈറ്റാനിയം വെൽഡഡ് ട്യൂബുകൾ, ഇൻഡക്ഷൻ ബെൻഡിംഗ്, ഹൈ ഫ്രീക്വൻസി ഇലക്ട്രിക് റെസിസ്റ്റൻസ്, സബ്മേർജ്ഡ് ആർക്ക് വെൽഡഡ് പൈപ്പുകൾ അടങ്ങിയ കാർബൺ സ്റ്റീൽ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്നു. കൂടാതെ കമ്പനി എക്സ്റ്റേണൽ 3 ലെയർ പോളിയെത്തിലിൻ പോളിപ്രൊഫൈലിൻ കോട്ടിങ്ങും ഡ്യുവൽ ലെയർ ഫ്യൂഷൻ ബോണ്ടഡ് എപ്പോക്സി കോട്ടിംഗ് ഉൽപ്പന്നങ്ങളും അടങ്ങുന്ന കോട്ടിംഗ് സൊല്യൂഷനുകളും വാഗ്ദാനം ചെയ്യുന്നു. ഇതുകൂടാതെ ഇന്റേണൽ കോട്ടിംഗ് സൊല്യൂഷനുകളായ ഫുഡ് ഗ്രേഡ് എപ്പോക്സി, പോളിയുറത്തേൻ, കോൾട്ടാർ എപ്പോക്സി, സിമന്റ് ലൈനിങ്, മറ്റ് പ്രചാരത്തിലുള്ള കോട്ടിങ്ങുകൾ എന്നിവയും നിർമ്മിക്കുന്നു. ഇതുകൂടാതെ ഈ കമ്പനി കാറ്റാടി യന്ത്രങ്ങൾ വഴിയുള്ള വൈദ്യുതി ഉൽപ്പാദനത്തിലും മുഖ്യ പങ്ക് വഹിക്കുന്നു. കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ ഓയിൽ ആൻഡ് ഗ്യാസ്, തെർമൽ പവർ, കെമിക്കൽ, ഫെർട്ടിലൈസർ, ഷുഗർ, പേപ്പർ, ഓട്ടോമൊബൈൽ, എയ്റോനോട്ടിക്സ്, റിഫൈനറി, ആണവോർജം, പെട്രോ കെമിക്കൽ, ജലവിതരണം, ഭക്ഷണം, ഡയറി, ഫാർമസ്യൂട്ടിക്കൽ, ഡിഫൻസ്, ഇൻഫ്രാസ്ട്രക്ചർ, കപ്പൽ നിർമ്മാണം, പമ്പിംഗ് സ്റ്റേഷൻ, ബഹിരാകാശം തുടങ്ങിയ മേഖലകളിൽ വ്യാപിച്ചു കിടക്കുന്നു. 1983 സ്ഥാപിതമായ ഈ കമ്പനി ഇന്ത്യയിലെ അഹമ്മദാബാദിലാണ് പ്രവർത്തിക്കുന്നത്. കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ 40% കയറ്റുമതി ചെയ്യുന്നു. ഇനി സ്റ്റോക്കിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് കഴിഞ്ഞ 5 വർഷത്തെ പ്രകടനം വിലയിരുത്താം. കഴിഞ്ഞ 5 വർഷത്തിൽ ഈ ഓഹരി 361% മുകളിൽ റിട്ടേൺ ആണ് കൊടുത്തിട്ടുള്ളത്. വ്യാഴാഴ്ചത്തെ ക്ലോസിംഗ് വിലയുടെ അടിസ്ഥാനത്തിൽ കമ്പനിയുടെ വിപണി മൂല്യം 19,585 കോടിയാണ്. PE റേഷ്യോ 31.48% നിലവിൽ 2,795 രൂപയ്ക്കടുത്ത് വിലയുള്ള ഈ ഓഹരിയുടെ ഒരു വർഷത്തെ ഉയർന്ന വില 3,938.8 താഴ്ന്ന വില 1,923.5 ഈ ഓഹരിയുടെ വില അതിൻ്റെ എക്കാലത്തെയും ഉയരത്തിൽ നിന്നും നല്ല രീതിയിൽ താഴേക്ക് വന്നതായി കാണാം. കമ്പനിയുടെ സെയിൽസ് ഗ്രോത്തും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും മികച്ച വളർച്ച കാണിക്കുന്നു. അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് ഗ്രോത്തും EPS ഗ്രോത്തും ഓരോ വർഷവും മെച്ചപ്പെട്ടു വരുന്നതായി കാണാം. നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വയം പഠിച്ച ശേഷം ഓരോ ഇടിവിലും വാങ്ങി വെക്കാവുന്നതാണ് ഈ മികച്ച കമ്പനി. അടുത്തതായി 16ാമത്തെ ഓഹരി ഏതാണെന്ന് നോക്കാം. മെറ്റൽ ട്യൂബ്സ് ആൻഡ് പൈപ്പ് സെക്ടറിൽ നിന്ന് തന്നെ വരുന്ന APL അപ്പോളോ ട്യൂബ്സ് ആണ് ഈ ഓഹരി. പ്രതിവർഷം 3.6 ദശലക്ഷം ടൺ ഉൽപാദന ശേഷിയുള്ള APL അപ്പോളോ ട്യൂബ്സ് ലിമിറ്റഡ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ട്രക്ചറൽ സ്റ്റീൽ ട്യൂബുകളുടെ നിർമ്മാതാക്കൾ. രാജ്യത്തുടനീളമുള്ള 29 നഗരങ്ങളിലും ലോകമെമ്പാടുമുള്ള 20 രാജ്യങ്ങളിലും വെയർഹൗസുകളുടെയും ബ്രാഞ്ച് ഓഫീസുകളുടെയും വിപുലമായ വിതരണ ശൃംഖലയാണ് കമ്പനിക്കുള്ളത്. 1100-ലധികം ഇനം പ്രീ ഗാൽവനൈസ്ഡ് ട്യൂബുകൾ, സ്ട്രക്ചറൽ സ്റ്റീൽ ട്യൂബുകൾ, ഗാൽവനൈസ്ഡ് ട്യൂബുകൾ, MS ബ്ലാക്ക് പൈപ്പുകൾ, ഹോളോ സെക്ഷനുകൾ എന്നിവ ഉൾപ്പെടുന്ന വിപുലമായ ഉൽപ്പന്ന നിരയാണ് കമ്പനിക്കുള്ളത്. ഇന്ത്യയിലെ പ്രമുഖ ബ്രാൻഡഡ് സ്റ്റീൽ ഉൽപ്പന്ന നിർമ്മാതാക്കളിൽ ഒന്നാണ് APL അപ്പോളോ. വളരെ ശക്തമായ പ്രാദേശിക സാന്നിധ്യമുള്ള കമ്പനി ആയതിനാൽ കുതിച്ചുയരുന്ന ഇന്ത്യയുടെ അടിസ്ഥാന വികസന മേഖലയിൽ നിന്നും പരമാവധി നേട്ടം കൊയ്യാൻ സാധ്യതയുള്ള കമ്പനികളിൽ ഒന്നാണ് APL അപ്പോളോ. ഇനി ഈ ഓഹരിയുടെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്രകടനം നോക്കാം. കഴിഞ്ഞ 5 വർഷത്തിൽ 937.5% എന്ന മികച്ച റിട്ടേൺ ആണ് ഈ ഓഹരി കൊടുത്തിട്ടുള്ളത്.
ഓഹരിയുടെ ഇപ്പോഴത്തെ വില 1496 രൂപയ്ക്ക് അടുത്താണ്. ഒരു വർഷത്തെ ഉയർന്ന വില 1800 രൂപയും താഴ്ന്ന വില 1047 രൂപയുമാണ്. അതിൻ്റെ ഉയർന്ന വിലയിൽ നിന്നും നല്ല രീതിയിൽ താഴേക്ക് വന്ന ഈ ഓഹരി ഓരോ ഇടിവിലും വാങ്ങി ദീർഘകാലത്തേക്ക് സൂക്ഷിക്കാവുന്നതാണ്. കമ്പനിയുടെ വിപണി മൂല്യം നിലവിൽ 41,516 കോടിയാണ്. PE റേഷ്യോ 54.36%. സെയിൽസ് ഗ്രോത്തിലും പ്രവർത്തന ലാഭത്തിലും വളരെ മികച്ച വളർച്ചയാണ് കമ്പനിക്കുള്ളത്. നെറ്റ് പ്രോഫിറ്റും EPS ഗ്രോത്തും എല്ലാ വർഷവും ഉയരുന്നതായി കാണാം. ദീർഘകാലത്തേക്ക് സൂക്ഷിച്ചു വെക്കാവുന്ന ഒരു മികച്ച കമ്പനിയാണ് APL അപ്പോളോ. മറ്റൊരു സെക്ടറിലെ മികച്ച മറ്റ് 2 ഓഹരികളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്